ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് ഒരു ഈവനിങ് സ്നാക്ക് ഐറ്റവുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ വീടുകളിലൊക്കെ പഴം പഴുപ്പ് കയറിയിട്ട് കറുത്ത് പോകാറുണ്ട് അല്ലേ? ഇപ്പോൾ ഒരുവിധ ആളുകളൊക്കെ അത് വെച്ചിട്ട് സ്നാക്സൊക്കെ ഉണ്ടാക്കാറുണ്ട്. എന്നാലും അതിലും ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ ആദ്യമൊക്കെ വല്യമ്മമാരൊക്കെ ഉണ്ടാക്കി തന്നിരുന്ന ഒരു അമ്പിളി അടയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അമ്പിളിയടാന്ന് പേര് വന്നതെന്നൊന്നും എനിക്കറിയില്ല. ഉമ്മ പറഞ്ഞു തന്ന പേരാണ്. അപ്പോൾ ആദ്യം വല്യമ്മൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് എന്തായാലും. അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മളുടെ അമ്പിളിയടയിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ. ഒരു മുറി തേങ്ങ ചിരകിയതും അതുപോലെ തന്നെ പഴുപ്പേറിയിട്ടുണ്ടായിരുന്ന നേന്ത്രപ്പഴം ഇതിൽ മുറിച്ചിട്ടിട്ടുണ്ട്. 6 പഴമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 4 കയ്യിൽ നമ്മൾ കറിയൊക്കെ എടുക്കുന്നതാ ഈ കാണുന്ന കയ്യിലിന് 4 കയ്യിൽ മൈദയും അതേ അളവ് തന്നെ 4 കയ്യിൽ അരിപ്പൊടിയും ചേർത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അളവ് ഏതാണോ അതേ സെയിം അളവ് തന്നെ എടുത്താൽ മതി. എത്രയാണോ മൈദ എടുക്കുന്നത് അതേ അളവിൽ തന്നെ അരിപ്പൊടി കൊടുക്കുക. നമ്മൾ സെയിം കയ്യിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതേ അളവിൽ തന്നെ 2.5 കയ്യിലത്തെ പഞ്ചസാര കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അത് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് നമുക്ക് കുഴച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഉമ്മയാണിത് ഉണ്ടാക്കി തരുന്നത്. ഉമ്മാൻ്റെ റെസിപ്പികളൊക്കെ ഉമ്മ ഉണ്ടാക്കുന്നതാണ് അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് കിട്ടുക. അപ്പോൾ അതിനുള്ള ഹെൽപ്പൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഉമ്മ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ മാവ് കുഴച്ചെടുത്തിട്ടുള്ളത്. പഴവും തേങ്ങയും പഞ്ചസാരയും അതുപോലെ തന്നെ ഏലക്കായ ഒരു 3 ഏലക്കായ പൊടിച്ചതിട്ടിട്ടുണ്ടായിരുന്നു. അതതിൽ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ അമ്പിളിയടയുടെ റെസിപ്പിയൊക്കെ കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.